ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലൊരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തരുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിന് ലിങ്ക് ആവശ്യമാണ്. പ്രീസെറ്റായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനകത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്നത് 18 എന്ന ഇതിലെ ഫുൾ പ്രൊജക്റ്റിൻ്റെ ടേബിൾ. ഈ ലിങ്ക് യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് 3Dയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു ഫോട്ടോ മാത്രം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. വീഡിയോയുടെ എൻഡിലായിട്ട് ആ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. വീഡിയോയുടെ ലാസ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഇത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോയാണ്. നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം എഡിറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് പേജ് കാണാൻ സാധിക്കും. സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ എന്ന് പറഞ്ഞ പേജ് സെലക്ട് ചെയ്യുക. ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവ് സെലക്ട് ചെയ്യാന്നിടത്ത് നമുക്ക് ഇത് PNG ഫോട്ടോയായിട്ട് ലഭിക്കുന്നതാണ്. ഇത് മുകളിൽ എക്സ്പോർട്ട് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഈ ഒരു ഫോട്ടോ മാത്രം മതി നമുക്കിത് എഡിറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ലിങ്ക് 18-ാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ സൈഡിലെ ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എഡിറ്റിംഗ് എവിടെയൊക്കെ വേണ്ടതെന്ന് പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു യെല്ലോ ലെയർ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓഗസ്റ്റ് 20 തീയതിക്കുന്ന യെല്ലോ ലെയർ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റ് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആനിവേഴ്സറി ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ 12 വിചാരിക്കുക. അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ആയില്ല എങ്കിൽ VPN കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക. സെപ്റ്റംബർ 12 കൊടുത്ത് അതിനുശേഷം നമ്മൾ അടുത്ത സെക്കൻഡ് 6 സെക്കൻഡ് 22 മില്ലി സെക്കൻഡിന് ശേഷം സ്പെഷ്യൽ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. അടുത്ത ടൈം 13 സെക്കൻഡ് 45 മില്ലി സെക്കൻഡ്. ഇവിടെ വിഷിംഗ് ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടവർക്ക് ചേഞ്ച് ചെയ്യാം, അല്ലാത്തവർ ചെയ്യേണ്ട കാര്യമില്ല. ഇനി ചേഞ്ച് ചെയ്യേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡേറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന അതായത് 20 സെക്കൻഡിന് ശേഷം വരുന്ന ടൈമുണ്ട്. ഇവിടെ നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആ ടെക്സ്റ്റിൻ്റെ ആ ലെയറിൻ്റെ എത്തുന്നേരത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റിലത്തെ 3 യെല്ലോ ലെയർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ. 3 യെല്ലോ ലെയറിനകത്ത് ഏറ്റവും ടോപ്പിലത്തെ യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യേണ്ട ഭാഗമുണ്ട്. 20 സെക്കൻഡ് 18 മില്ലി സെക്കൻഡാണ് ടൈം. അത് കഴിഞ്ഞ് വരുന്ന ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുത്ത ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് രണ്ടും കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുക. മിഥുൻ രേഷ്മ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ കറക്റ്റ് പേര് കൊടുക്കുക. ഈ ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിനി അടുത്തായിട്ട് ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ്. അടുത്ത 26 സെക്കൻഡ് 40 മില്ലി സെക്കൻഡ്. അതിനുശേഷം ആ വീഡിയോയുടെ എൻഡെത്തിയ ശേഷം കുറച്ച് മാറ്റിയ ശേഷം നിങ്ങൾക്ക് ആ ഫോട്ടോ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് ഏറ്റവും ടോപ്പിലായിട്ട് ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ആ ഫോട്ടോ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക.
ഹൈഡ് ചെയ്ത് നോക്കുക. ആ ലെയർ തന്നെയാണോ എന്ന് നോക്കിയാൽ ഹൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അതിനുശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് ഗാലറി ചില്ലെന്നാണ്. ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും പോകല്ലേ. ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് കണ്ടാലേ ക്ലാരിറ്റിയും എഫക്റ്റും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഔട്ട്പുട്ടൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് HD ക്വാളിറ്റി തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി HD ക്വാളിറ്റി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.